ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് തലേ ദിവസം മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ദോശക്കിട്ടിലേക്ക് അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, റവ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറുത കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. സവാള നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കുറച്ചധികം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ എടുക്കാം. ഇപ്പം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് എടുക്കാം. അപ്പോൾ ക്യാരറ്റ് നമുക്കൊന്ന് ചെറുതായിട്ട് ഒരു നീളത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊക്കെ ആക്കുമ്പോൾ പെട്ടെന്ന് അത് ക്യാരറ്റ് അങ്ങ് വെന്ത് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മുറിക്കാൻ ഇഷ്ടം അതുപോലെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് മുറിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുറിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തൊക്കെ വേണമെങ്കിൽ എടുക്കുക. ഇതെല്ലാം ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നീളത്തിന്. ഇനി നമുക്ക് ആ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അത് അരിഞ്ഞെടുക്കുന്നുണ്ട്. 2 പച്ചമുളക്, അതും എല്ലാം ചെറുതായിട്ട് തന്നെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് നമുക്ക് അതൊക്കെ ആദ്യം റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിനുള്ള എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഈ വറുത്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കൊരു ആ പാനിൽ തന്നെ റവ മാറ്റിയിട്ട് 1 കഷ്ണം ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം നെയ്യ് ചേർക്കാം. പിന്നെ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ നമുക്ക് ഇത് 3ഉം കൂടെ ചേർത്താണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ മാത്രം വയ്ക്കുക, അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം. ഇത് ഞാൻ 3ഉം ചേർക്കുന്നുണ്ട്. ഒരു ബട്ടറും കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്താണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകിടാം, പക്ഷേ ഉഴുന്ന് പരിപ്പിടുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടത് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഈ നെയ്യുടെയും ബട്ടറിൻ്റെയൊക്കെ മണം നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായി മൂത്ത് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ക്യാരറ്റും സവാളയൊക്കെ അരിഞ്ഞില്ലേ, അപ്പോൾ ആദ്യം നമുക്കൊന്ന് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വശങ്ങി വരണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി ഇത് 3ഉം കൂടെ നമുക്ക് വീണ്ടും അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് കുറച്ച് ബദാമാണ് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് വശങ്ങി വന്നതിന് ശേഷം നമുക്ക് ബദാം ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്കൊന്നുകൂടെ ഒന്ന് വശക്കിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ട, ഇതിൻ്റെ ഒരു മാറിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഒരു പിടി കപ്പലണ്ടിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ അതും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കട്ടെ. ഇനി ഞാൻ ചേർക്കുന്ന പാലാണ്. ഞാനിവിടെ 1.5 കപ്പ് പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അത് തന്നെ എടുക്കണം കേട്ടോ. ഇപ്പോൾ പാലിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1 കപ്പിന് 1.5 കപ്പ് ആണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് പാല് പിരിഞ്ഞൊന്നും പോവില്ല. ഇനി നന്നായിട്ടതൊന്ന് ഇളക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് പിരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ വെള്ളത്തിന് പകരം പാല് ചേർക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാൽ ഇഷ്ടമല്ലാത്തവർക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത്. പക്ഷേ പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ അതിലോട്ട് കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു വിധമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ട് വെള്ളമൊക്കെ വറ്റി നമുക്കത് മൂടി വയ്ക്കാം. മൂടി വെച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ ഫ്ലെയിമിൽ, ചെറിയ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഈ ഉപ്പുമാവ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാലിൽ നിങ്ങൾ ചേർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വീണ്ടും ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിക്കാൻ പാകത്ത് നല്ല ചൂട് ഉപ്പുമാവാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം കപ്പലണ്ടിയും ബദാമും അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്തായാലും നമ്മുടെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോയി. നിങ്ങൾ വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ.
നിങ്ങൾ കണ്ടാൽ മാത്രമേ എനിക്ക് അതിനുള്ള ഒരിത് കിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് പ്രചോദനം വേണമല്ലോ നമുക്ക് വീണ്ടും റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയല്ലോ അല്ലേ? താങ്ക് യു.